രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്ന സർക്കാർ അപ്പീൽ പരിഗണിക്കാൻ മാറ്റി. ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതേസമയം ഒന്നാം ബലാത്സംഗ കേസിൽ ഇന്ന് വിശദമായി വാദം കേൾക്കുകയും ചെയ്യും. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന വിശദാംശങ്ങളുമായി ചേരുന്നു. ഷബ്ന, രാഷ്ട്രീയമായിട്ട് പൊതുവിൽ കേരളം ആകെ ശ്രദ്ധിക്കുന്ന കേസുകളാണ് ഇവ രണ്ടും. എന്താണ് ഈ കോടതിയിൽ ഇന്ന് നടക്കാനിരിക്കുന്നത്, ഇന്ന് നടന്നത്? രണ്ടാം ബലാത്സംഗ കേസിലാണ്, അതായത് രണ്ടാമത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇന്ന് രാഹുലിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹൈക്കോടതി. അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ അഭിഭാഷകൻ ഇതിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക്, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങാൻ സാധ്യതയില്ല. ഏതായാലും ക്രിസ്മസ് അവധിക്ക് ശേഷം ഇതിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞത്. ഇന്ന് കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത് ജസ്റ്റിസ് ജയചന്ദ്രൻ്റെ ബെഞ്ചിലായിരുന്നു. എന്നാൽ അദ്ദേഹം അവധിയായതിനെ തുടർന്ന് ജസ്റ്റിസ് ബിജു എബ്രഹാമാണ് കേസ് പരിഗണിച്ചത്. അതിനുശേഷമാണ് ഇത് വിശദീകരണം തേടി റെഗുലർ ബെഞ്ചിൽ തന്നെ ഇത് പരിഗണിക്കട്ടെ എന്ന് പറയുകയും കൂടുതൽ സമയം വേണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെടുകയും തുടർന്ന് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റുകയും ചെയ്ത്. അതേസമയം ആദ്യ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ രാഹുൽ നൽകിയ ഹർജിയുണ്ട്. അതിൽ വിശദമായ വാദം കേൾക്കാനായി കോടതി മാറ്റിയിരിക്കുകയാണ്. ആ ഹർജി അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി എടുക്കുകയും വിശദമായ വാദം അതിൽ കേൾക്കുകയും ചെയ്യും. ശരി, നന്ദി ഷബ്ന വിവരങ്ങൾക്ക്.